ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് മറുപടികൾ പൊങ്ങി വരാൻ സമയമായി. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് മറുപടികൾ പൊങ്ങി വരാൻ സമയമായി. ഞാൻ വീണ്ടും ഞാൻ ആത്മനിയോഗത്തോടെ ഈ വേർഡ് ഡിക്ലെയർ ചെയ്യാണ്. ആഹാബിനോട് ദൂത് പറഞ്ഞ ഏലിയാവിന്റെ ഇമേജിന്റെ ഒരു ഇഷ്യൂ വരും ഇവിടെ. ആഹാബിനോട് ദൂത് പറഞ്ഞ ഒരു ഏലിയാവിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണിത്. മഴ പെയ്തില്ലെങ്കിൽ ഏലിയാവിന്റെ ദൈവം എവിടെയെന്നുള്ള ചോദ്യം വരും. മഴ പെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ എവിടുത്തെ പ്രവാചകനാന്നുള്ള ചോദ്യം വരും. നിങ്ങളൊക്കെ എവിടുത്തെ വിശ്വാസിയാന്നുള്ള ചോദ്യം വരും. പക്ഷെ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ മുട്ടുമടക്കിയ ഏലിയാവിനറിയാം താൻ ചോദിച്ചാൽ ദൈവം ഇന്നുവരെ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ലെന്ന്. ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പ്രവചിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങൾ 1 വട്ടം 2 വട്ടം 5 വട്ടം 6 വട്ടം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വിഷയത്തിന് നീ മടുക്കണ്ട. മുട്ടുമടക്കിയിരിക്കുന്ന നീ മറുപടിയും കൊണ്ട് എഴുന്നേക്കത്തമായ പ്രാർത്ഥനകൾക്ക് പോലും വലിയ ചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. വിത്ത് എവിഡൻസ് സഹിതം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവചനാത്മകമായി വഴികൾ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാം. നമ്മളൊരു 10-15 മിനിറ്റ് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അത് ചിന്തിക്കുക മാത്രമല്ല, നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കൂടെ പോകുകയാണ്. ഹല്ലേലൂയ. തീർച്ചയായും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, അല്ലെങ്കിൽ പലരും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും നിങ്ങളിൽ നടക്കുന്ന വിപ്ലവാത്മകമാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ തിരിച്ചറിയാതിരിക്കുമ്പോൾ, ഈ സന്ദേശം ആ തിരിച്ചറിയലിനുള്ള വാതിലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുകയാണ്. അത് തുറക്കാൻ പോകുകയാണ്. നിങ്ങളിൽ പലരും ആ വാതിലിലൂടെ പ്രവേശിക്കാൻ പോവുകയാണ്. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെയോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെയോ ഒരുപക്ഷെ ഉച്ചത്തിൽ വലിയ ഭാഷകളിൽ വലിയ വാക്കുകൾ ഉപയോഗിച്ച് ഒന്നും പ്രാർത്ഥിക്കാത്ത ഒരു സാധാരണ ദൈവഭക്തയായ ഒരു സ്ത്രീയെയാണ് നമ്മൾ അവിടെ കാണുന്നത്, ഹന്ന. എന്നാൽ ഹന്നായുടെ പ്രാർത്ഥനയിൽ നിന്നു പഠിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഹന്നായുടെ പ്രാർത്ഥനയുടെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്നു മുതൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വലിയ കാര്യങ്ങൾ ജനിപ്പിച്ചെടുക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ ഹന്നായുടെ പ്രാർത്ഥനയിലെ ഡെസിബൽ കൊണ്ടാണ് ഹന്നായിൽ വാഗ്ദത്തം ജനിച്ചതെന്നും ജീവിച്ചതെന്നും? പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഡെസിബലിലല്ല, ഡെപ്തിലാണ് കാര്യം ഇരിക്കുന്നത്. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഡെസിബലിലല്ല, നമ്മുടെ പ്രാർത്ഥനയിലെ ഡെസിബലിലല്ല, ഡെപ്തിലാണ് കാര്യം ഇരിക്കുന്നത്. ഹന്നായുടെ പ്രാർത്ഥനയുടെ ജീവിതം, ഹന്നായുടെ പ്രാർത്ഥനയുടെ ശൈലി എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ, ഹന്ന വായി കൊണ്ട് ഒന്നും പറഞ്ഞില്ല എന്നാണ് നമുക്ക് അവിടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ഹന്ന വായി കൊണ്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ ആത്മാവ് ഭയങ്കരമായി സംസാരിച്ചു. ഈ ആത്മാവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് ഡെസിബൽ പിടിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഡെപ്തിലേക്ക് പോകും. നമ്മുടെ സ്പിരിറ്റ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, സ്പിരിറ്റ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ സ്പിരിറ്റ് നമ്മളെ ഡെപ്തിലേക്ക് കൊണ്ടുപോകും. പലരുടെയും നന്മകളും പലരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയുടെ മറുപടികളൊക്കെ വളരെ ആഴങ്ങളിൽ പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ആഴങ്ങൾ വരെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു ആത്മാവിന് മാത്രമേ അവിടെ നിന്നും ആ വാഗ്ദത്തങ്ങളുടെ കെട്ടും ചങ്ങലയും പൂട്ടും ഒക്കെ പൊട്ടിച്ച് അതിനെ ജീവിതത്തിലേക്ക്, കരയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയുന്നതും ദൈവവചനം അത് പഠിപ്പിക്കുന്നതും. കാരണം കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പഠിപ്പിക്കുമ്പോൾ, ദൈവം ആത്മാവായതുകൊണ്ട് തന്നെ ഈ സംസാരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും കൂടെ ആത്മാവാണ്. ആ ആത്മാവായ ദൈവത്തിന്റെ സൃഷ്ടികളാകുന്ന നാം ഓരോരുത്തരും ആ ആത്മാവാകുന്ന ദൈവത്തിന്റെ ആത്മസ്വഭാവത്തിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സക്സസ് മുഴുവൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്പിരിച്വൽ ലൈഫിൽ നിന്ന് ഒരു വ്യക്തി വഴുതി ഒരു
ലോക മനുഷ്യനിലേക്ക് ജീവിതം മാറ്റപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ ഉണ്ടാകുന്നത്, അപ്രതീക്ഷിതമാകുന്ന ആഘാതങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മളെല്ലാവരും സക്സസ് ആയി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആത്മാവായ ദൈവത്തിന്റെ പുത്രപൗത്രികളാകുമ്പോൾ ആ ആത്മസ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുകയും ആ ആത്മസ്വഭാവത്തിൽ നമ്മൾ സഞ്ചരിക്കുകയും ആ ആത്മസ്വഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ആ സക്സസിന്റെ കാരണം. അപ്പൊ ഹന്ന എങ്ങനെ പ്രാർത്ഥിച്ചു? ഹന്ന ആത്മാവിൽ പ്രാർത്ഥിച്ചു. വീട്ടിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ, ഓഫീസിൽ നിങ്ങൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലാതിരിക്കുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനായി കഴിയും. ആഴങ്ങളിൽ കിടക്കുന്ന നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് പുറത്തു പ്രാർത്ഥിച്ചു കൊണ്ടുവരുവാനായി കഴിയും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, ഡെപ്തിലല്ല, ഡെസിബലിലല്ല, ഡെപ്തിലാണ് കാര്യം. ഞാൻ എത്ര പ്രാർത്ഥിച്ചു, ഞാൻ എത്ര കണ്ട് പ്രാർത്ഥിച്ചു, ഞാൻ എത്ര സമയം പ്രാർത്ഥിച്ചു, അതിലൊന്നുമല്ല. ഡെപ്താണ് എല്ലാത്തിനേക്കാൾ. ഞാൻ ഇനി നിങ്ങൾക്ക് വചനങ്ങൾ കൊണ്ടുവരാട്ടോ. രണ്ടാമത്തെ കാര്യം, ഹന്നായുടെ പ്രാർത്ഥനയിൽ നമ്മൾ എവിടെയും ശബ്ദം കേൾക്കുന്നില്ല. നമ്മൾ ഇന്ന് പ്രാർത്ഥനയിൽ തുറക്കപ്പെടുന്ന 5 വഴികളെ കുറിച്ചായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നാകുന്നതേ ഉള്ളൂ. ശബ്ദം എവിടെയും കേട്ടില്ല, പക്ഷെ ആത്മാവിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ ശബ്ദം ദൈവം കേട്ടു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഹൃദയത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും വഴി തുറക്കുന്നില്ല, പക്ഷെ ചിലർ പ്രാർത്ഥിക്കുന്ന സമയത്ത് മിന്നല് പോലെ വഴി തുറക്കുന്നത് കാണാം. ശരിയല്ലേ? നിങ്ങൾ തന്നെ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടായി, എന്റെ വിഷയത്തിന് പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നും കിട്ടുന്നില്ല, പക്ഷെ ഞാൻ വല്ലവരുടെ വിഷയം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചാൽ 3-ന്റെ അന്ന് മിന്നൽ പോലെ വഴി തുറന്നു എന്നുള്ള വാർത്ത കേൾക്കാം. ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിലും വഴി തുറക്കും, നിങ്ങളുടെ ജീവിതത്തിലും വാതിലുകൾ ഓപ്പൺ ആകും, നിങ്ങളുടെ ജീവിതത്തിലും പുതിയ റൂട്ടുകൾ വരും, നിങ്ങളുടെ ലൈഫും ഫ്ലറിഷ് ആകും. ഹന്നായുടെ ജീവിതം, ഹന്നായുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥന ജനനങ്ങൾ കൊണ്ടുവന്ന പ്രാർത്ഥനയാണ്, ലൈഫ് കൊണ്ടുവന്ന പ്രാർത്ഥനയാണ്. ആ ലെവലിലേക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങളെ കയറ്റാൻ പോവുക. അടുത്തത്, പ്രാർത്ഥനയിലെ ശബ്ദം എത്രയുണ്ടെന്നുള്ളതല്ല നമ്മുടെ വഴി തുറക്കുന്നതിന്റെ കാര്യം. പ്രാർത്ഥനയിൽ എത്ര കണ്ട് ശബ്ദമുണ്ട് അതൊന്നുമല്ല. പ്രാർത്ഥനയിൽ സമ്പർക്കമാണ് പ്രധാനം, ശബ്ദമല്ല. ശബ്ദം കുറഞ്ഞോട്ടെ, എന്നാൽ സമ്പർക്കമാണ് പ്രധാനം. ഹന്നായുടെ ലൈഫിൽ ശബ്ദത്തിന് ഒരു റോളും ഇല്ലായിരുന്നു, പക്ഷെ സമ്പർക്കത്തിന് ഭയങ്കര റോളായിരുന്നു. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പ്രാർത്ഥനയിലെ ശബ്ദത്തിലല്ല, സമ്പർക്കത്തിലാണ് കാര്യമിരിക്കുന്നത്. പ്രാർത്ഥനയിലെ ശബ്ദത്തിലല്ല, സമ്പർക്കത്തിലാണ് കാര്യമിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ദൈവം സൈലന്റ് ആയിട്ടുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ്, സൈലന്റ് ആയിട്ടുള്ള പ്രാർത്ഥനകൾക്ക്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, വഴി തുറക്കണമെങ്കിൽ, പ്രാർത്ഥനയിൽ നമ്മുടെ വഴികൾ തുറക്കണമെങ്കിൽ നിശബ്ദമായ ആത്മാവിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ കടക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, പ്രാർത്ഥനയിൽ ഒബ്വിയസ്ലി നിങ്ങൾ ദീപു പാസ്റ്ററുടെ മെസ്സേജ് കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആത്മാവിന്റെ ഭാഷ വിട്ടിട്ടൊരു കളിയില്ല. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. ഞാൻ ഒത്തിരി പറയത്തില്ല, കുറച്ചേ പറയത്തുള്ളൂ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. അത് എന്തോ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ ഞാൻ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒബിയസ്ലി പ്രാർത്ഥനയിൽ വഴി തുറക്കണമെങ്കിൽ നമ്മൾ ആത്മഭാഷകളിൽ, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആയിരിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ അതിനൊരു കാരണം പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ദീപു പാസ്റ്ററെ പറയണ്ട, ഏറ്റവും കൂടുതൽ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ പൗലോസ് തന്നെയാണെന്ന് ഇന്നും അദ്ദേഹം ബൈബിളിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം പൗലോസ് തന്റെ സഭയോട് പറയുന്ന, കൂട്ടത്തോട് പറയുന്ന ഒരു വാക്കാണ്, നിങ്ങളെ എല്ലാവരേക്കാൾ അധികമായി ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ എല്ലാവരേക്കാൾ അധികമായി ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറയണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ദിവസം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പൗലോസ്ലീഹ തന്നെയാണ്, തർക്കമൊന്നുമില്ല. അപ്പോൾ അതിന്റെ കാരണം അദ്ദേഹം അനുഭവത്തിൽ നിന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് സംസാരിക്കുമ്പോൾ വാക്കുകൾക്കപ്പുറമാകുന്ന ഒരു ശ്രേണിയിൽ കയറി ആത്മാവ് സംസാരിക്കും. സ്പിരിറ്റിന്റെ ലാംഗ്വേജുകൾ എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കും, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഡെപ്ത് ആയിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു 10 സെക്കൻഡ് എടുക്കുമെങ്കിൽ ആ 10 സെക്കൻഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം
ആത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് എത്രയോ മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് അതവിടെ എത്തി. മീൻസ് ഒരു ചെറിയ ഷോർട്ട് വേർഡ് ആയിരിക്കാം, ഒരു ചെറിയ ഞരക്കമായിരിക്കാം, ഒരു ചെറിയ ഒരു 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 എന്താ പറയുന്നത്, ഒരു ചെറിയ ഒരു സെന്റൻസ് ആയിരിക്കാം. സെന്റൻസ് വരണ്ട, ഒരു ചെറിയ ഒരു വാക്കായിരിക്കാം, വളരെ ചെറിയ ഒരു കാര്യം, ഒരു ചെറിയ പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത്രയും ചെറിയ ഒരു ശബ്ദം, ഒരു ഞരക്കം, ഒരു ഇടപെടലിൽ ആത്മാവ് അത് സ്വർഗം തൊടിയിക്കും. ആ വാക്ക് നമ്മുടെ ആ ഒരു 10 സെക്കൻഡിൽ സംസാരിച്ച കാര്യത്തെ പ്രാർത്ഥനാ രൂപത്തിൽ അത് അവിടെ കൊടുക്കും. അതാണ് ആത്മാവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ തന്നെ എൻകറേജ് ചെയ്യുന്നത്, നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്ന, വേണ്ടും വണ്ണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയുന്ന ദൈവത്തിന്റെ ആത്മാവിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചിരിക്കണം, ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കണം, ഒരു മനുഷ്യന് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ വഴികൾ തുറക്കും. ഒരു കാര്യം കൂടെ ഞാൻ അതിനകത്ത് പറഞ്ഞോട്ടെ. സ്പിരിറ്റിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, യെസ്, അത് ഒരു ബൈപ്പാസ് ആണ്. അത് ഡിമോണിക് ആക്ടിവിറ്റീസിനെ തകർത്ത് അപ്പുറത്ത് ചാടുന്ന ഒരു ബൈപ്പാസ് ആണ് സ്പിരിറ്റ് ലാംഗ്വേജിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. സോ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ വഴികൾ തുറക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം, നമുക്ക് ആ പ്രാർത്ഥനയിൽ നമ്മുടെ വഴികൾ തുറക്കണമെങ്കിൽ 5 കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂന്നാമത്തെ കാര്യം അലൈൻമെന്റ് പ്രെയർ ആണ്. അതായത് ആത്മാവിന്റെ ഏകീകരണം ഉണ്ടാകണം. ആമോസിന്റെ പ്രവചന പുസ്തകം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പ്രിയപ്പെട്ടവർ വന്നേ. ആമോസിന്റെ പ്രവചന പുസ്തകം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ? ആമോസിക്കുന്ന ചോദ്യം കേട്ടോ നിങ്ങൾ. 2 പേർ ഒത്ത് നടന്നിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അപ്പോൾ അത് അവിടെ ഒരു സമ്പർക്കത്തെയാണ് പറയുന്നത്, ഒരു അസോസിയേഷനെയാണ് പറയുന്നത്, അതൊരു ഏകീകരണത്തെയാണ് പറയുന്നത്, അലൈൻമെന്റിനെയാണ് അത് അവിടെ സൂചിപ്പിക്കുന്നത്. സിംഹം ഒരു കാട്ടിൽ ഇല്ലാതിരിക്കുമ്പോൾ അലറുമോ? അപ്പോ ഇവിടെ ആമോസ് എന്ന പ്രവാചകൻ അർത്ഥമാക്കുന്നത്, പ്രാർത്ഥനയ്ക്കകത്ത് എന്റെ മാത്രം മൽപ്പിടുത്തമല്ല അവിടെ നടക്കേണ്ടത്, അല്ലെങ്കിൽ എന്റെ മാത്രം ഒരു നിർബന്ധമല്ല അവിടെ നടക്കേണ്ടത്. അവിടെയും തീർച്ചയായിട്ടും ഒരു അലൈൻമെന്റ്, ഒരു ഏകീകരണം, ദൈവത്തിന്റെ ഹിതപ്രകാരമായ ഒരു വ്യക്തിത്വം. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റേതാകുന്ന ചില സ്വാർത്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നമ്മളെ ദൈവത്തിന് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അപ്പൊ എന്തോ ചെയ്യും? അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയിൽ ഞാൻ ആയിത്തീരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ നമ്മുടെ സ്പിരിറ്റിൽ ഫ്ലോ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ദൈവത്തിന്റെ ആത്മാവിന് നമ്മുടെ സ്പിരിറ്റിൽ ഒഴുകാൻ ഭയങ്കര ഈസിയാണ്. നമ്മുടെ സ്വാർത്ഥതകൾ അവിടെ കയറി വരത്തില്ല, നമ്മുടെ സ്വയം അവിടെ സംസാരിക്കത്തില്ല, നമ്മുടെ ബുദ്ധി അവിടെ സംസാരിക്കത്തില്ല. ആ യൂണിറ്റിയിൽ നമ്മൾ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹിതപ്രകാരം. അതുകൊണ്ടാണ് യേശു തന്നെ പ്രാർത്ഥിക്കും ഇങ്ങനെ പറയുന്നത്, നോട്ട് മൈ വിൽ ബട്ട് യുവേഴ്സ്. എങ്കിലും പിതാവേ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം പോലെ. എങ്കിലും പിതാവേ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം പോലെ. ഈ പ്രാർത്ഥന ഭയങ്കര പവർഫുൾ ആണ്. കാരണം എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം ഞാൻ തകരണമെന്നല്ല, അത് ദൈവത്തിന് അറിയാം, അത് നമുക്കും അറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പരാജയമായി പോകണമെന്നല്ല. നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തിന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കത്തുമില്ല. നിങ്ങൾക്ക് മറുപടി കിട്ടേണ്ട ഒരു കാര്യത്തിന് മറുപടി ലഭിക്കാതെയും ഇരിക്കത്തില്ല. നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടുത്തുമില്ല. ദൈവത്തിന്റെ മക്കൾ എപ്പോഴും സക്സസ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കണമെന്ന് സമർപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയിൽ അവന്റെ ജീവിതത്തിൽ ഡോർ ഓപ്പണിങ്ങിന്റെ ദിവസങ്ങളായിരിക്കും, ദിവസവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒപ്പം, ദൈവത്തിന്റെ ഹിതപ്രകാരം ഡിവൈൻ അലൈൻമെന്റിൽ നാം പ്രാർത്ഥിച്ചിരിക്കണം. ഒരു സ്വർഗീയമാകുന്ന ഒരു അലൈൻമെന്റിൽ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളിൽ വഴികൾ തുറക്കണമെന്നുണ്ടെങ്കിൽ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, വാതിൽ തുറക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിങ്.
നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കാം. അതായത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എല്ലാത്തിനും താങ്ക്സ് പറയുക. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന എല്ലാത്തിനും. രാവിലെ മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്ന സമയം വരെ നിങ്ങളെ നടത്തിയ ദൈവത്തിന്, ഇതുവരെ നിങ്ങളെ നടത്തിയ ദൈവത്തിന്, നിങ്ങൾക്ക് എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ടോ അതിനെ എല്ലാം ഓർത്ത് നിങ്ങൾ താങ്ക്സ് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്പിരിറ്റ് അകത്ത് തുള്ളുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ഒരു സ്പന്ദനം, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് പോലെ അകത്ത് സ്പിരിറ്റ് ഇങ്ങനെ തുള്ളുന്നത്, സന്തോഷിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അത് ഭയങ്കര ഡോർ ഓപ്പണിങ്ങിനുള്ള വഴികളാണ്, ഡോർ ഓപ്പണിങ്ങിനുള്ള കീ ആണ് അതൊക്കെ. കാര്യം എന്താന്ന് വെച്ചാൽ, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുന്നത് സാത്താൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തോട് നന്ദിയുള്ളവരെ എല്ലാം സാത്താൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദിയുണ്ട് എന്നുള്ളത് സാത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ ആത്മാവിന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ അതിലേറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവർ ആയിരിക്കുക. കാരണം സ്തുതിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാതിലുകൾക്കകത്തേക്ക് നാം പ്രവേശിക്കുന്ന ഒന്നാണ്. സങ്കീർത്തനങ്ങൾ 100-ാമത്തെ സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, 100-ാമത്തെ സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു കാര്യം ഒരു വാക്യം അവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. അപ്പൊ കർത്താവിന്റെ വാതിൽക്കൽ വരുന്നൊരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? സ്തുതിയോടും ആരാധനയോടും കൂടെ വരിക. വർഷിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വർഷിപ്പ് ചെയ്തതിന് ശേഷം, വർഷിപ്പ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു അറ്റ്മോസ്ഫിയർ തുറക്കുകയാണ്. വർഷിപ്പ് ചേഞ്ചസ് അറ്റ്മോസ്ഫിയർ ചേഞ്ചസ് ആക്സസ്. നമ്മളായിരിക്കുന്ന സ്ഥലത്തെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരിടത്ത് ചെന്ന് വർഷിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കോസ്മോസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. അവിടെ നമുക്ക് പിന്നെ ഒരു ഭയങ്കര പ്രസൻസ്, ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണ്, ഭയങ്കര ഒരു കംഫർട്ടാണ് നമുക്ക് ആ ഇടത്ത് ശുശ്രൂഷിക്കാൻ. അതുപോലെ നിങ്ങളുടെയും അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളുടെയും ജീവിതത്തിൽ അസാധാരണമാകുന്ന നിലയിൽ വഴികൾ തുറന്നു വരുവാൻ തക്കവണ്ണം നിങ്ങൾക്കും ആരാധിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയും. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് റിലൻലെസ് ഇന്റർസെഷൻ. ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സ്ഥിരതയുള്ള ഒരു പ്രാർത്ഥനാ മനുഷ്യനായി തീരുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. യേശുക്രിസ്തു പഠിപ്പിച്ച ദൈവരാജ്യം, അതിന്റെ ഒരു കീ എന്താന്ന് ചോദിച്ചാൽ പ്രയർ ആണ്. ദൈവരാജ്യത്തിന്റെ താക്കോൽ പ്രാർത്ഥനയാണെന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ദൈവരാജ്യത്തിന്റെ താക്കോൽ പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ദൈവരാജ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ സ്വപ്നം കാണാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായാൽ മതി. അപ്പോ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു ഉപമ പറഞ്ഞു എന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ, പ്രാർത്ഥനയിൽ മടുത്തു പോകുന്നവർ അന്നത്തെ കാലം മുതലേ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ മടുപ്പിക്കുന്ന ഒരു സ്പിരിറ്റിനെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ തളർത്തുന്ന ഒരു സ്പിരിറ്റിനെ നിങ്ങൾ ഇന്ന് ജയിക്കണം. ഞാൻ ഈ പറഞ്ഞ 4 പോയിന്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ നിഷ്പ്രയാസം ജയിക്കാൻ പറ്റും. നമുക്ക് ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം അതിന്റെ 18-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞു മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ 7 പ്രാവശ്യം ആ ബാല്യക്കാരൻ കടലിന്റെ അവിടെ ചെന്ന് നോക്കി. എന്തുവാന്നറിയാമോ?
ഏലിയാവ് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിൽ മറുപടിയുടെ മഴ പെയ്യും, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടിയുടെ വാതിലുകൾ തുറക്കും എന്ന് വിശ്വാസത്തോടെ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല, 5 വട്ടമല്ല, 7ാമത്തെ വട്ടം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഏലിയാവും തന്റെ ശിഷ്യനും കാണുന്ന സാക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ, ചെറിയൊരു കൈമേഘം പോലെ മഴയുടെ ഒരു സൈൻ കണ്ടു, പൊങ്ങി വന്നു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് മറുപടികൾ പൊങ്ങി വരാൻ സമയമായി. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് മറുപടികൾ പൊങ്ങി വരാൻ സമയമായി. ഞാൻ വീണ്ടും ഞാൻ ആത്മനിയോഗത്തോടെ ഈ വേർഡ് ഡിക്ലെയർ ചെയ്യാണ്. ആഹാബിനോട് ദൂത് പറഞ്ഞ ഏലിയാവിന്റെ ഇമേജിന്റെ ഒരു ഇഷ്യൂ വരും ഇവിടെ. ആഹാബിനോട് ദൂത് പറഞ്ഞ ഒരു ഏലിയാവിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണിത്. മഴ പെയ്തില്ലെങ്കിൽ ഏലിയാവിന്റെ ദൈവം എവിടെയെന്നുള്ള ചോദ്യം വരും. മഴ പെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ എവിടുത്തെ പ്രവാചകനാന്നുള്ള ചോദ്യം വരും. നിങ്ങളൊക്കെ എവിടുത്തെ വിശ്വാസിയാന്നുള്ള ചോദ്യം വരും. പക്ഷെ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ മുട്ടുമടക്കിയ ഏലിയാവിനറിയാം, താൻ ചോദിച്ചാൽ ദൈവം വരെ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ലെന്ന്. ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങൾ 1 വട്ടം, 2 വട്ടം, 5 വട്ടം, 6 വട്ടം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വിഷയത്തിന് നീ മടുക്കണ്ട. മുട്ടുമടക്കിയിരിക്കുന്ന നീ മറുപടിയും കൊണ്ട് എഴുന്നേക്കത്തക്ക നിലയിൽ ആമേൻ 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 പ്രാർത്ഥനയുടെ മറുപടികൾ പൊങ്ങി വരാൻ പോകുകയാണ്. യെസ്, ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ മറുപടികൾ യേശുവിന്റെ നാമത്തിൽ പൊങ്ങി വരട്ടെ. ആമേൻ ആമേൻ. ആ ബാല്യക്കാരെ മടുത്ത് കാണും കേട്ടോ. കാരണം ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി ചെന്ന് നോക്കി പിന്നെയും കയറിപ്പോയി, പിന്നെയും ഇറങ്ങിപ്പോയി, പരാജയമായി റിസൾട്ട് ഇല്ലാത്ത യാത്രകളായിരുന്നു ആ ബാല്യക്കാരനെ സംബന്ധിച്ചിടത്തോളം. റിസൾട്ട് ഇല്ലാത്ത, പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് വെളിപ്പെടും. കാരണം ഞാൻ ചോദിച്ചാൽ എന്റെ ദൈവം ഒന്നും തരാതിരിക്കത്തില്ല. ഒന്ന് വിശ്വാസത്തോടെ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിച്ചാൽ എന്റെ ദൈവം എനിക്കൊന്നും തരാതിരിക്കത്തില്ല. ഞാൻ ചോദിക്കുന്ന കാര്യം എന്റെ ദൈവം എനിക്ക് തരാതിരിക്കത്തില്ല. ഓ ഹല്ലേലൂയ! ഞാൻ ചോദിക്കുന്ന കാര്യം കർത്താവ് എനിക്ക് തരാതിരിക്കത്തില്ല. ഇത് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന്റെ മറുപടി പൊങ്ങി വരാൻ സമയം. ആമേൻ 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 ആമേൻ. ആ കൈമേഘം കണ്ടതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് മറുപടി പൊങ്ങി വരാൻ സമയമായി. ആമേൻ ആമേൻ ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് മറുപടി പൊങ്ങി വരാൻ സമയമായി. യേശുവിന്റെ നാമത്തിൽ 44ാമത്തെ വാക്യം പറയുന്നു, 7ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നത് കണ്ടു പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കാം എന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ കൈമേഘം പൊങ്ങി വരാൻ സമയമായി കേട്ടോ. ചില കൈ മറുപടിയും കൊണ്ട് പൊങ്ങി വരാൻ സമയമായി കേട്ടോ. ചില മറുപടി കൊണ്ട് കൈകൾ വെളിപ്പെടാൻ സമയമായി കേട്ടോ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യാണ്, ചില കൈകളിൽ മറുപടികൾ വരാൻ സമയമായി കേട്ടോ. സൈനുകൾ കാണാൻ സമയമായി കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഡോറുകൾ തുറക്കാൻ സമയമായി കേട്ടോ. പ്രാർത്ഥനയുടെ ഡോറുകൾ തുറക്കാൻ സമയമായി. പ്രാർത്ഥനയിലൂടെ വിടുതലിന്റെ ഡോറുകൾ തുറക്കാൻ സമയമായി. ആമേൻ 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 ആമേൻ. യേശുവിന്റെ നാമത്തിൽ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കാൻ സമയമായി. ജോലിയുടെ വാതിലുകൾ തുറക്കാൻ സമയമായി. വിവാഹത്തിന്റെ വാതിലുകൾ തുറക്കാൻ സമയമായി. സൗഖ്യത്തിന്റെ വാതിലുകൾ തുറക്കാൻ സമയമായി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആമേൻ ടൈപ്പ് ചെയ്യുക. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ തുറക്കുന്ന 5 വഴികൾ, തടസ്സം നീങ്ങി തുറക്കുന്ന 5 കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നിരിക്കുകയാണ്. കാരണം ആ ഒരു പ്രസൻസ് ഞാൻ തിരിച്ചറിയുന്നു. അത് ശുശ്രൂഷിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പുതുവഴികൾ തുറക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും, ഉറപ്പാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾക്കിത് അനുഭവമെങ്കിൽ ഉടനെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് കഴിവുള്ള അത്രയും ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ റെഗുലർ മീറ്റിംഗ്സിന്റെ ലിങ്ക് വേണമെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ വാട്സാപ്പിന്റെ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ഞങ്ങളുടെ ചാനലിലേക്ക്, ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. എല്ലാ മെസ്സേജിന്റെ ലിങ്കും നിങ്ങൾക്ക് ആ വാട്സാപ്പിൽ ലഭിക്കുന്നതായിരിക്കും. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ
ഡോറുകൾ തുറക്കാൻ സമയമായി. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.